ഹേ ഗായ്സ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഹൈക്യൂ എന്ന് പറയുന്ന ആനിമി സീരീസിന്റെ ഒന്നാം സീസണിലെ 10ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വെറും 250 ലൈക്കാണ്. 250 ലൈക്ക് എപ്പോൾ വന്നപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ അസൈസാന ഒരു കിടിലൻ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പൈക്ക് കണ്ടിട്ട് ഞെട്ടി നിൽക്കുന്ന നമ്മളെ ഷോയിനാണ് കാണിക്കുന്നത്. ഞാനും ഒരു നാൾ ബ്ലോക്കുകളുടെ ഉള്ളിലൂടെ സ്പൈക്ക് ചെയ്യുന്ന എയ്സ് ആയിട്ട് മാറും എന്ന് നമ്മളെ ഷോയോ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം അസൈസാൻ ആണെങ്കിൽ ആദ്യം അസൈസാൻ അടിച്ച ബ്ലോക്ക് ചെയ്യപ്പെട്ട ആ ഒരു സ്പൈക്ക് അത് റിട്രീവ് ചെയ്ത് നമ്മളെ നിഷ്ണോയെയും പിന്നെ അസൈസാനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സുഗവർസാനെയും അസൈസാൻ താങ്ക് യു പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴാണെങ്കിൽ അവർക്കും സന്തോഷമാവുന്നുണ്ട്. അതുപോലെ നമ്മളെ ഷോയോ കഗാമയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് സ്ട്രെങ്തോ ഹൈറ്റോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല, പക്ഷെ ഞാനും ഒരു നാൾ അതേപോലത്തെ എയ്സ് ആയിട്ട് മാറും. പിന്നെ നമ്മളെ ടനക്ക് സാധനം ക്യാപ്റ്റൻ ചെയ്യും. അസൈസാന്റെയും നോയസാന്റെയും പിന്നെ സുഗവർസാന്റെ ഒക്കെ നല്ല അടിപൊളി പെർഫോമൻസ് കണ്ടിട്ട് സന്തോഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ നോയസാന്റെ ബ്ലോക്ക് ചെയ്യപ്പെട്ട ബോൾ തിരിച്ചെടുക്കാനുള്ള കഴിവ് അതിനെപ്പറ്റി നമ്മൾ ടക്കഡസാൻ പൊക്കിയെ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലും നമ്മളെ കോച്ച് പറയുന്നുണ്ട്, അവനത് എല്ലാ പ്രാവശ്യം ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോഴും അത് ചെയ്യാൻ സാധിക്കണമെന്നില്ല, കാരണം ഓരോ സ്പൈക്കുകളും വരുന്നത് 60 മൈൽസ് പെർ ഹവറിലാണ്. പക്ഷേ അവൻ എന്തായാലും ആ ഒരു ടാലന്റ് ഉണ്ട്, അതവൻ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിന് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. അങ്ങനെ മാച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീമിലെ ഓരോ പ്ലേയേഴ്സ് റിസീവ് ചെയ്യുമ്പോഴും നമ്മുടെ കോച്ചിന് മനസ്സിലാവുന്നുണ്ട് ഇവരുടെ റിസീവിംഗ് ഒക്കെ പറ്റ മോശമാണ്. പക്ഷേ ഇതേ സമയം നമ്മളെ കോച്ചാണെങ്കിൽ കഗയാമയുടെ ടാലന്റ് കണ്ട് ഇംപ്രസ് ആവുന്നുണ്ട്. അങ്ങനെ ഇംപ്രസ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ കഗയാമ കോച്ചിനെ ഇംപ്രസ് ആവാൻ വേണ്ടി അടുത്ത കാര്യം ഇട്ട് കൊടുക്കുകയാണ്. അത് മറ്റൊന്നായിരുന്നില്ല, നമ്മൾ കഗയാമയുടെ ഷോയോടെ ആ ഒരു ഫാസ്റ്റ് അറ്റാക്ക് ആണ്. ആ ഒരു ഫാസ്റ്റ് അറ്റാക്കിൽ നമ്മൾ കഗയാമ യൂസ് ചെയ്ത ആ ഒരു സെറ്റ് കണ്ടിട്ട് നമ്മുടെ കോച്ചിനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ ഷോയുടെ സ്പൈക്കിനെ പറ്റിയും. നമ്മുടെ കോച്ച് ഇംപ്രസ് ആയപ്പോൾ തന്നെ അസൈസാനും നോയസാനൊക്കെ ഇംപ്രസ് ആവുന്നുണ്ട്. അസൈസാനാണെങ്കിൽ നമ്മളെ ഷോയെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. അതായത് ഇവന്റെ സെറ്റുകൾ കാരണം എനിക്ക് ഈസിയായിട്ട് തന്നെ ഇപ്പോൾ സ്പൈക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ ഷോയുടെ വാക്കുകൾ ഓർത്തപ്പോൾ നമ്മൾ അസൈസാനും ബോധ്യപ്പെടുകയാണ് അവനപ്പോൾ വെറുതെ ഓവറാക്കാൻ പറഞ്ഞതല്ലാന്ന്. അതേപോലെ നമ്മളെ നോയസാൻ വന്നിട്ട് നമ്മൾ ഷോനെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഷോയ്ക്ക് അത് നാണം വരുന്നുണ്ട്. അങ്ങനെ നാണിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മളെ കോച്ച്, ചെറുതേ നീ എന്തുറപ്പിലാണ് അങ്ങോട്ട് എടുത്ത് ചാടിയപ്പോ നീയും സെറ്ററും തമ്മിൽ ഒരു സൈൻ ലാംഗ്വേജോ അല്ലെങ്കിൽ അങ്ങോട്ടാണ് ബോൾ വരിക എന്നുള്ള ഒരു തരത്തിലുള്ള ആക്ഷനും ഞാൻ കണ്ടില്ല, പിന്നെ നീ എന്ത് കണ്ടിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് എടുത്ത് ചാടിയത്? അപ്പൊ അതിന് നമ്മളെ ഷോയെ മറുപടി നൽകുന്നുണ്ട്, അത് പിന്നെ ഞാൻ എങ്ങോട്ട് ചാടിയാലും അവൻ എന്റെ കൈപ്പത്തിയുടെ മുന്നിലോട്ട് ബോൾ എത്തിച്ചേരും എന്നുറപ്പുള്ള കാരണം. ഇത് കേട്ടതും നമ്മളെ കോച്ചാണെങ്കിൽ ആകെ ഞെട്ടി പോകുന്നുണ്ട്. എന്നിട്ട് ഇത് കഗയാമയുടെ കഴിവുകൊണ്ടാണോ അതോ ഷോയുടെ കഴിവുകൊണ്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മളെ കോച്ച് ഞെട്ടി നിൽക്കുന്ന സമയത്ത് നമ്മളെ കോച്ചാണെങ്കിൽ സുഗവർസാന്റെ സെറ്റും പിന്നെ അസൈസാൻ അത് ഈസിയായിട്ട് തന്നെ സ്പൈക്ക് ചെയ്യുന്നതും കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ കോച്ചിന് ഒരു കാര്യം പിടികിട്ടുകയാണ്, കറാസിനോക്ക് ഇപ്പോൾ 2 ഓപ്പോസിറ്റ് കഴിവുകളുള്ള സെറ്റേഴ്സ് ഉണ്ട്. അതായത് വളരെയധികം ടാലന്റും നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള സെറ്റുകൾ കൊടുക്കാൻ കഴിയുന്ന കഗയാമയും, എന്നാൽ മറ്റൊരു സൈഡിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ടീംമേറ്റ്സിനെ ട്രസ്റ്റ് നേടിയിട്ടുള്ള സുഗവറ എന്ന് പറഞ്ഞ വേറൊരു സെറ്ററും കൂടി ഉണ്ട്. ഇതൊക്കെ ചിന്തിച്ച് നമ്മളെ കോച്ചാണെങ്കിൽ ഒരു ഈവിലായിട്ട് ചിരിക്കുന്നുണ്ട്. ഇവരെ ഞാൻ കുറച്ചു കാലം ട്രെയിൻ ചെയ്താൽ എന്തായാലും ആ ഒരു നെക്കമയൊക്കെ ഈസിയായിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് കറാസിന് ഒരു അടിപൊളി ടീം തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കോച്ച് ടക്കേഡസാനോട് പറയുന്നുണ്ട്, നമ്മുടെ ഷോയോ എന്തുകൊണ്ടാണ് മിഡിൽ ബ്ലോക്കർ എന്ന പൊസിഷൻ കളിക്കുന്നത് എന്ന ചോദ്യത്തിന് നമ്മൾ ടക്കേഡസാൻ മറുപടി നൽകുന്നുണ്ട്, അവന് നല്ല ഉയരത്തിൽ ചാടാൻ കഴിയും, പിന്നെ അവൻ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോളിന്റെ സ്പീഡ് കുറക്കാനാണ് നോക്കുന്നത്, മറിച്ച് ബോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാനല്ല. ശേഷം നമ്മളെ സുഗവർസാന്റെയും അസൈസാന്റെ ഒരു പ്ലാൻ യൂസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഷോയാണ് ഇപ്പോൾ അസൈസാനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അവന് അസൈസാനെ കാണുന്ന സമയത്ത് അവനെ വോളിബോളിലോട്ട് വരാൻ ഇൻസ്പിറേഷൻ ആയ നമ്മളെ ലിറ്റിൽ ജയന്റ് എന്ന് പറയുന്ന കറാസ്നോലെ ആ ഒരു പണ്ടത്തെ പ്ലെയറിന് ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ ലിറ്റിൽ ജയന്റ് എന്ന് പറയുന്ന പ്ലെയറിന് ഹൈറ്റ് ഇല്ലായിരുന്നു, നമ്മുടെ അസൈസാന് പക്ഷേ ഹൈറ്റ് ഉണ്ട്. അതിനുശേഷം നമ്മൾ സുഗവർസാൻ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സെറ്റാണ് നമ്മൾ അസൈസാൻ നല്ല പവർഫുൾ തന്നെ അത് സ്പൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും നമ്മുടെ ഷോയോ നല്ലൊരു ചാടിയിട്ട് അസൈസാന്റെ കണ്ണിന് നേരെ വരുന്നുണ്ട്. എന്നിട്ട് അസൈസാൻ അടിച്ച ഒരു സ്പൈക്ക് ആണെങ്കിൽ നമ്മളെ ഷോയുടെ കഴിയുമ തട്ടുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അത് ദൂരേക്ക് തെറിച്ച് പോകുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് തന്നെയാണ് പോയിന്റ് ലഭിക്കുന്നത്, കാരണം ആ ഒരു സ്പൈക്കിന് നല്ല പവറുള്ള കാരണം തന്നെ അത് നമ്മുടെ ഷോയുടെ കൈമായിട്ട് മുകളിലോട്ടാണ് തെറിച്ച് പോകുന്നത്. നമ്മുടെ ടീമിന് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ആ ഒരു പോയിന്റ് ആയപ്പോൾ നമ്മൾ അസൈസാന്റെ ടീം ഫസ്റ്റത്തെ സെറ്റ് വിൻ ആവുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അസൈസാൻ ഷോവിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്, ഇവന് ചാടറിയാന്ന് എനിക്കറിയാമോ, പക്ഷെ എന്റെ തലയുടെ അത്രയൊക്കെ ചാടാൻ കഴിയുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നമ്മളെ ഷോയും അസൈസാനെ പറ്റി ചിന്തിക്കുന്നുണ്ട്, ഇയാളൊരു മാസമായിട്ട് വോളിബോൾ കളിച്ചിട്ട് എന്നിട്ട് പോലും ഇയാളുടെ സ്പൈക്കിന് ഇത്ര പവർ ഉണ്ട്, അതേപോലെയൊക്കെ പവറും ഹൈറ്റും എനിക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഷോയോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഷോയോ പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കാണ്. അതായത് അവന്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ലിറ്റിൽ ജയന്റ് എന്ന് പറയുന്ന പ്ലെയർ, ആ ഒരു പ്ലെയറിനെ അവരുടെ ടീമേറ്റ്സ് നന്നായി തന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ലിറ്റിൽ ജയന്റ് ഇപ്പോൾ ഒരു സ്പൈക്ക് ചെയ്തെന്ന് വിചാരിക്കുക, ആ ഒരു സ്പൈക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ടു, പക്ഷേ എന്നിട്ടും അവന്റെ അടുത്ത സ്പൈക്ക് അതിൽ നിന്ന് എന്തായാലും നമുക്ക് പോയിന്റ് ലഭിക്കും എന്നുള്ള ഒരു ട്രസ്റ്റ് അത് ടീമേറ്റ്സിൽ നിന്നും ലിറ്റിൽ ജയന്റിനും അതുപോലെ തന്നെ നമ്മൾ അസൈസാനും ഉണ്ട്. അപ്പം നമ്മളെ ഷോയൊക്കെ മനസ്സിലാവാണ്, ഒരു ട്രൂ എയ്സ് ആയിട്ട് മാറാൻ നമ്മുടെ ടീംമേറ്റ്സിന്റെ എല്ലാവരെയും ട്രസ്റ്റ് വേണം. അത് കാരണം തന്നെ നമ്മളെ ഷോയോ കഗയാമയുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരു എയ്സ് ആയിരിക്കൽ വളരെയധികം അടിപൊളിയാണ്. ഇത് കേട്ടതും കഗയാമ അവനെ നോക്കിയിട്ട് ഒന്നും തന്നെ പറയാണ്ട് നിൽക്കുന്നുണ്ട്. ശേഷം രണ്ടാമത്തെ സെറ്റ് തുടങ്ങാണ്. അപ്പോഴും നമ്മളെ ഷോയോ അസൈസാൻ അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അസൈസാന്റെ ഒരു സ്ട്രെങ്ത്തും പവറും പിന്നെ ഒരു ഹൈറ്റും ഒക്കെ നമ്മളെ ഷോയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഷോയോ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളെ ഷോയും ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, കാരണം ലിറ്റിൽ ജയന്റ് എന്ന് പറഞ്ഞ പ്ലെയറിന് ഹൈറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ, അതുപോലെ തന്നെ ഞാനും ആവണം. അങ്ങനെ നമ്മളെ ഷോയോ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അസൈസാന്റെ ഒരു പവർഫുൾ
ആയിട്ടുള്ള സ്പൈക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഷോയുടെ തലക്ക് വരുന്നത്. ശരിക്കും നമ്മുടെ ഷോയ്ക്ക് ഈസി ആയിട്ട് റിസീവ് ചെയ്യേണ്ട ഒരു ബോളായിരുന്നു അത്. നമ്മുടെ ഷോയുടെ ചിന്ത മുഴുവൻ അസൈസാന്റെ പോലെ ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരിക്കുന്ന കാരണം തന്നെ അവൻ ഈ കളിയിൽ ഫോക്കസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും പവറുള്ള ബോൾ അവന്റെ തലയിൽ തട്ടി കാരണം തന്നെ ടീമേറ്റ്സ് അങ്ങോട്ട് വന്നിട്ട് ഓക്കെ ആണൊക്കെ ചോദിക്കുന്നുണ്ട്. ഷോ ആണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴാണ് നമ്മളെ ഷോയോ കഗയാമിനെ ശ്രദ്ധിക്കുന്നത്. കഗയാമി ഇപ്രാവശ്യം നമ്മളെ ഷോയുടെ മേലെ നല്ല രീതിക്ക് തന്നെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അത് കാരണം നമ്മളെ ഷോയൊക്കെ പേടിയാവുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കഗയാമ അവനോട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നീ ഇപ്പൊ നിന്റെ ഡീകോ എന്ന പൊസിഷനിൽ ഹാപ്പി അല്ല, നിനക്കൊരു എയ്സായി മാറണം. അത് മാത്രമല്ല നീ അസൈസാന്റെ പവറിലും ഹൈറ്റിലും നല്ല രീതിക്ക് തന്നെ അസൂയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിനക്കും ഹൈറ്റും പവർ ഉണ്ടായിരുന്നെങ്കിൽ നീയും ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നമ്മൾ ഷോയെ പറയാണ്, അസൂയപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? നിനക്ക് നല്ല ഹൈറ്റുള്ള കാരണം നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഇതൊക്കെ കേട്ട് നമ്മൾ കഗയാമ ഒന്ന് തന്നെ മറുപടി നൽകാൻ നിൽക്കാണ്. അങ്ങനെ ക്യാപ്റ്റൻ വൈസ് ഇതിലിടപെട്ട് മാച്ച് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ഒരു മാച്ചിലാണെങ്കിൽ നാട്ടിലെ ആ ഒരു ടീമില്ലേ അവർ കുറെ പോയിന്റുകൾക്ക് കറാസ്നോയുടെ ലീഡിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ കഗയാമ അവരോട് പറയുന്നുണ്ട്, എന്റെ അടുത്ത സെറ്റ് ഷോയൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് അവനെ തടയാൻ കഴിയുമെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക്. ഇത് കേട്ടപ്പോ നാട്ടിലെ ടീമിലത്തെ ഒരു പ്ലെയർ ചോദിക്കുന്നുണ്ട്, നീ എന്താ മോനെ ഞങ്ങളെ വെല്ലുവിളിക്കുകയാണോ? അപ്പൊ കഗയാമ പറയുന്നുണ്ട്, അതെ ഒരു വെല്ലുവിളിയായി തന്നെ ഇത് കൂട്ടിക്കോ. അപ്പൊ അവരും ആ സ്പിരിറ്റിൽ തന്നെ എന്നൊക്കെ വെല്ലുവിളിയാണെങ്കിൽ വായോ എന്ന തരത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ കഗയാമയുടെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഷോയെ ചിന്തിക്കുന്നുണ്ട്, എന്താവന്റെ കേട്, ഞാൻ അങ്ങനെയാണ് ഇത്ര വലിയ ബ്ലോക്കേഴ്സിന്റെ മേലെ കൂടെ സ്പൈക്ക് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് നമ്മളെ ഷോയെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ കഗയാമയോട് പറയുന്നുണ്ട്, നിന്റെ ഈ ഒരു അവസ്ഥയിൽ നിനക്ക് എന്തായാലും എയ്സായി മാറാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ നിന്റെ ടീമിലാണെങ്കിൽ നീയാണ് മറ്റുള്ള എല്ലാവരേക്കാളും മികച്ചവൻ. ഇത് കേട്ടപ്പോൾ നമ്മളെ ഷോയും പിന്നെ ബാക്കി നിൽക്കുന്ന എല്ലാവരും ഞെട്ടി പോകുന്നുണ്ട്. അങ്ങനെ മാച്ച് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നാട്ടിലെ ടീമിൽ ഒരു പ്ലെയർ സെർവ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ടീമിലെ എന്നോഷ്ട എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ അത് റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കഗയാമ ഷോയോട് ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലത്തോട്ട് ഓടാൻ പറയാണ്. അതുപോലെ തന്നെ നമ്മളെ ഷോയോ ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലത്തോട്ട് ഓടുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ ബ്ലോക്കേഴ്സ് ആണ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ പിന്നാലെ തന്നെ പോകുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ഷോയോ അവരെല്ലാം കബളിപ്പിച്ചുകൊണ്ട് വേറെ സ്ഥലത്തോട്ട് ഓടുകയാണ്. അതായത് അവൻ ആദ്യം വന്ന ആ ഒരു സ്ഥലത്തോട്ട് തന്നെ വീണ്ടും നല്ല സ്പീഡിൽ ഓടിയിട്ട് നല്ല ഒരു ചാടിയിട്ട് സ്പൈക്ക് ചെയ്യാണ്. അതേപോലെ നമ്മളെ കഗയാമ അവനെ ആക്യുറേറ്റ് തന്നെ ആ ഒരു സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഫാസ്റ്റ് കോമ്പിനേഷൻ കണ്ടിട്ട് നമ്മുടെ സീനിയേഴ്സും പിന്നെ നാട്ടിലെ ടീമിൽ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് കഗയാമ അവനോട് പറയുന്നുണ്ട്, ഇപ്പൊ നീ നേടിയത് ഒരു പോയിന്റ് ആണ്, അതുപോലെ അസൈസാനും ബ്ലോക്കേഴ്സിന്റെ ഇടയിൽ കൂടെ നേടിയ ആ ഒരു സ്പൈക്കും അതും ഒരു പോയിന്റ് തന്നെയാണ്. അത് കാരണം നീ ഇപ്പൊ ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടോ? ഹൈറ്റ് ഇല്ലാത്ത കാരണം നിനക്ക് കഴിവില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇതിനൊക്കെ കൂടി നമ്മളെ ഷോയോ ഇല്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഷോയോ ചെയ്ത ആ ലാസ്റ്റത്തെ സ്പൈക്ക് കാരണം നമ്മുടെ അസൈസാൻ അവനെ അഭിനന്ദിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മളെ ഷോയെ ഹാപ്പി ആവുകയും അവൻ പഴയതുപോലെ നോർമലായിട്ട് കളിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് നമ്മളെ കോച്ചാണെങ്കിൽ ടക്കടസാനോട് ചോദിക്കുന്നുണ്ട്, കഗയാമയും ഹിനാട്ടിയും അവർ രണ്ടുപേരും ഒരു സ്കൂളിൽ നിന്നാണോ അങ്ങോട്ട് വന്നത്? അപ്പൊ ടക്കടസാൻ അതിന് മറുപടി നൽകുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമല്ല, അവർ ആദ്യം ഇങ്ങോട്ട് വന്ന സമയത്ത് മുഴുവൻ അടിയായിരുന്നു, ഇപ്പോഴാണ് അവർ രണ്ടുപേരും ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ശേഷം നാട്ടിലെ ടീമിൽ ഒരു പ്ലെയർ വന്നിട്ട് പറയുന്നുണ്ട്, ഇത്ര നേരം അവരോട് കിടന്ന് ഷൈനീതായിരുന്നത്, ഇനി നമുക്കും ഒന്ന് ഷൈൻ ആവണം എന്നും പറഞ്ഞ ഒരു പ്രത്യേക തരത്തിൽ ഒരു സെർവ് ചെയ്യാണ്. ആ ഒരു സെർവ് ആണെങ്കിൽ നമ്മളെ ഷോയ്ക്ക് നേരാണ് വന്നത്. അവനാണെങ്കിൽ ഇത് റിസീവ് ചെയ്യും എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ബോളിന്റെ സ്പീഡെല്ലാം നിന്നിട്ട് അവന്റെ തൊട്ട് മുന്നിലോട്ട് വന്ന് വീഴാണ്. നമ്മുടെ ഷോയ്ക്ക് അത് റിസീവ് ചെയ്യാൻ സാധിച്ചില്ല. ഇത് കണ്ടിട്ട് നമ്മുടെ ടക്കേഡസാനാണെങ്കിൽ കോച്ചിനോട് ചോദിക്കുന്നുണ്ട്, അത് എന്ത് തരത്തിലുള്ള ഒരു സെർവാണ്, ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സെർവ് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നമ്മളെ കോച്ച് പറയും, ആ ഒരു സെർവിന് പറയുന്ന പേരാണ് ജംപ് ഫ്ലോട്ട് സെർവ്. ഈ ഒരു സെർവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മൊമെന്റം അപ്പുറത്തെ സൈഡിൽ എത്തിയാൽ അപ്പൊ കുറയും, പിന്നെ കുറച്ച് വീടായിട്ട് കാറ്റില്ലാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് പോവുക. ഇതിന് ഫുട്ബോളിൽ നെക്കിൾ ബോൾ എന്നും പറയും. അങ്ങനെ ഈ ഒരു സെർവ് യൂസ് ചെയ്തിട്ട് അവർ കുറെ പോയിന്റ് നേടുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ അവസാനം സെറ്റ് പോയിന്റിലും നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളെ ഷോയുടെ ടീമിന് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. അതാണെങ്കിൽ നമ്മളെ ഷോയോ അവരുടെ ടീമിലെ ബ്ലോക്കേഴ്സിനെല്ലാം അവന്റെ ഒരു ഡീകോ സ്കിൽസ് യൂസ് ചെയ്തിട്ട് അവന്റെ നേരേക്ക് വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഗയാമ പെട്ടെന്ന് പ്ലാൻ മാറ്റിയിട്ട് ടനക്കസാൻ ഇട്ട് കൊടുക്കുകയാണ്. ടനക്കസാന്റെ സൈഡാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിരുന്നു. അത് കാരണം തന്നെ നമ്മൾ ടനക്കസാൻ നല്ല പവർ തന്നെ ആ ഒരു സ്പൈക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടീമിന് ഒരു പോയിന്റ് ലഭിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മൾ നോയസാൻ ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ നോയസാൻ ആണെങ്കിൽ ടനക്കസാനെ നോക്കിയതൊന്നും കളിയാക്കുന്നുണ്ട്. അങ്ങനെ നോയസാൻ റിസീവ് ചെയ്ത ആ ഒരു ബോളാണെങ്കിൽ നമ്മുടെ സുഖവർസാൻ ആണെങ്കിൽ നേരെ നമ്മൾ അസൈസാൻ ഇട്ട് കൊടുക്കുന്നു. അസൈസാൻ ആണെങ്കിൽ അത് ഈസി ആയിട്ട് തന്നെ സ്പൈക്ക് ചെയ്യുന്നു. അങ്ങനെ അവരാണെങ്കിൽ ഈ ഒരു കളിയിൽ നിന്ന് ജയിക്കുകയാണ്. 2 സെറ്റും അവർ തന്നെയാണ് വിജയിച്ചത്. അങ്ങനെ കളി തോറ്റതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ടനക്കസാൻ ആണെങ്കിൽ ഷോയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ കാരണം എല്ലാ ബ്ലോക്കേഴ്സും നിന്റെ അടുത്തായിരുന്നു, പക്ഷെ എന്നിട്ട് പോലും ആ ഒരു സ്പൈക്ക് എനിക്ക് പോയിന്റ് നേടി തരാൻ സാധിച്ചില്ല, ഞാൻ നിന്നിൽ നിന്ന് ഇനിയും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മളെ ടനക്കസാൻ ഷോയുടെ അടുത്ത് പറയുമ്പോൾ ഷോയൊക്കെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം മാച്ച് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും പോകാൻ നിൽക്കുന്ന സമയത്ത്, അതായത് നാട്ടിലെ ടീമിലെ എല്ലാവരും പോകാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു ടീമിലെ പ്ലേയേഴ്സ് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും ഒരു ഒത്തൊരുമ വന്നിട്ടില്ല, പക്ഷേ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടീം യൂസ് ചെയ്തിട്ട് തന്നെ നാഷണലിസ്റ്റിക്ക് വരെ പോകാൻ സാധിക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ടീമിൽ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം നമ്മളെ കോച്ചാണെങ്കിൽ നമ്മുടെ ടീമിനടുത്ത് പറയുന്നുണ്ട്, നിഷിനോയ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരുടെയും റിസീവിംഗ് ഒന്ന് സെറ്റാക്കണം, നാളെ മുതൽ നമ്മൾ എല്ലാവരുടെയും റിസീവിംഗ് സെറ്റാക്കുന്നതായിരിക്കും, അത് കാരണം ഇപ്പോൾ എല്ലാവരും സ്ട്രെച്ച് ചെയ്തിട്ട് വീട്ടിലോട്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട് നമ്മളെ കോച്ച്. അതിനുശേഷം അതേപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ കറാസിനോട് ഈ ഒരു മൊമെന്റ് കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗൈസ്, ഈ ഒരു എപ്പിസോഡ് റീ അപ്ലോഡ് ചെയ്തതാണ്, കാരണം ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓഡിയോയും വീഡിയോയും സിംഗിൾ ആയിരുന്നു. സോ അതൊക്കെ ഫിക്സ് ആക്കി നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്.
11ാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഷോയോ പുലർച്ചെ തന്നെ എണീറ്റിട്ട് തന്റെ കോളേജിലോട്ട് പോകുന്നതാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. പോകുന്ന വഴിക്കാണെങ്കിൽ അവൻ മനസ്സിൽ നിൽക്കുന്നുണ്ട്, കഴിഞ്ഞ മാച്ചിൽ എന്റെ ഒപ്പോണന്റായി കളിച്ചുകൊണ്ടിരുന്ന അസൈസാനും നിഷിനോയ്സാനും ഇനി മുതൽ എന്റെ ടീമിലായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് നമ്മളെ ഷോയോ എക്സൈറ്റഡ് ആയിട്ട് അവന്റെ കോളേജിലോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും വോളിബോൾ കോർട്ടിൽ അസംബിൾ ആവാണ്. അപ്പൊ നമ്മുടെ കോച്ചാണെങ്കിൽ എല്ലായിടത്തും ആയിട്ട് പറയുന്നുണ്ട്, ടോക്കിയോയിലെ മികച്ച ടീമായിട്ടുള്ള നെക്കോമ ഹൈസ്കൂളിനെതിരെ നമ്മൾ 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ പ്രാക്ടീസ് മാച്ച് എടുത്തിട്ടുണ്ട്. അതിന് അത്ര വലിയ സമയമൊന്നും ഇനി ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു പ്രാക്ടീസ് മാച്ച് വിന്നാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഏതിലൊക്കെയാണോ വീക്കായിട്ടുള്ളത് അതൊക്കെ നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു ദിവസം തന്നെ എല്ലാവരും എല്ലാ മേഖലയും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റനായി സീതന്റെ റിസീവിംഗ് സെറ്റ് ആക്കുന്നു, നമ്മുടെ കഗയാമിൻ സുഖവർസാനും അവരുടെ സെറ്റ് ചെയ്യൽ സെറ്റ് ആക്കുന്നു. അതേപോലെ അസായ്സാനും നമ്മളെ ഷോയും പിന്നെ ടനക്കസാനൊക്കെ നന്നായിട്ട് സ്പൈക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദിവസമാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോവാണ്. പിറ്റേ ദിവസം ഇവരാണെങ്കിൽ ഏകദേശം ടോക്കിയോ സിറ്റിയുടെ അടുത്തുള്ള ഒരു വലിയ ക്യാമ്പിംഗ് ഹൗസിൽ സ്റ്റേ അടിക്കുകയാണ്. നമ്മുടെ ഷോയോ ആദ്യമായിട്ടാണ് ടീംമേറ്റ്സിനൊപ്പം ക്യാമ്പിനൊക്കെ നിൽക്കുന്നത്. അത് കാരണം തന്നെ അവൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മുടെ കറാസുനിലെ ടീമിലെ എല്ലാവരും ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മുടെ കഗയാമിൻ ഷോ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വരെ മത്സരിച്ചുകൊണ്ടാണ് കഴിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കോച്ചാണെങ്കിൽ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് ജോഗ് ചെയ്തിട്ട് വരാൻ. അതേപോലെ തന്നെ കറാസുനിലെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജസ്റ്റ് ജോഗ് ചെയ്യാൻ പോയ നമ്മുടെ കഗയാമിൻ ഷോ ആണെങ്കിൽ അത് അവർ ഓട്ട മത്സരമാക്കി മാറ്റുകയാണ്. അവരുടെ ബാക്കിൽ ജോഗ് ചെയ്തിട്ട് വരുന്ന നമ്മുടെ സീനിയേഴ്സ് പറയുന്നുണ്ട്, മെല്ലെ പോയാൽ മതി, നിങ്ങൾക്ക് സ്റ്റാമിന ആവശ്യം വരും എന്നൊക്കെ. പക്ഷേ ഷോ അതൊന്നും കേൾക്കാണ്ട് കണ്ണും പൂട്ടി അങ്ങോട്ട് ഓടുകയാണ്. അങ്ങനെ അവസാനം അവൻ നല്ല സ്പീഡിൽ ഓടിയ കാരണം തന്നെ ഞാൻ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോവാണ്. ബാക്കിൽ നോക്കുന്ന സമയത്ത് ഒരാൾ പോലും കാണാനില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പുറത്തെ സൈഡിൽ ഒരു മെറൂൺ കളർ കോട്ടൊക്കെ ഇട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. ഷോയ അവനെ കണ്ടപ്പോൾ തന്നെ അവന്റെ അടുത്തേക്ക് ഓടിപ്പോയി നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അവനാണെങ്കിലോ അതിന് മറുപടി ആയിട്ട് പറയുന്നുണ്ട് ഞാൻ വീഡിയോ ഗെയിം കളിക്കുകയാണെന്ന്. അപ്പൊ നമ്മളെ ഷോ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരുന്ന കാരണം തന്നെ അവന്റെ ബാഗിലാണെങ്കിൽ ഒരു ഷൂസ് ഇരിക്കണതായി കാണുന്നുണ്ട്. ആ ഒരു ഷൂസ് സാധാരണ വോളിബോൾ കളിക്കുമ്പോഴാണ് യൂസ് ചെയ്യുക. അത് കാരണം തന്നെ നമ്മളെ ഷോയോ അവനോട് ചോദിക്കുന്നുണ്ട് നീ വോളിബോൾ കളിക്കുന്നുണ്ടോ? എന്റെ പേരാണ് ഹിനാട്ട ഷോയോ, ഞാനൊരു മിഡിൽ ബ്ലോക്കറാണ്. നിന്റെ പേരെന്താണ്? അപ്പോഴാണെങ്കിൽ അവൻ പറയുന്നുണ്ട് എന്റെ പേര് കെമ്മ എന്നാണ്, ഞാനൊരു സെറ്ററാണ്. ഓ നീ ഒരു സെറ്റർ ആണല്ലേ, നീ തീരെ ഞങ്ങളുടെ സെറ്ററിനെ പോലെയല്ല. ഞങ്ങളുടെ സെറ്റർ കണ്ടാൽ തന്നെ കടിക്കാൻ വരുന്ന ടൈപ്പാണ്. പിന്നെ നീ ഹൈസ്കൂളാണോ? ഏത് ഇയർ ആണ് നീ പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ കെമ്മ പറയും ഞാനൊരു സെക്കൻഡ് ഇയർ ആണ്. ഞാൻ വോളിബോൾ കളിക്കുന്നത് എന്റെ താല്പര്യപ്രകാരം എന്നല്ല, എന്റെ ഫ്രണ്ട്സ് എന്നോട് പറയുന്ന കാരണം മാത്രമാണ് ഞാൻ വോളിബോൾ കളിക്കുന്നത്. ഓ അങ്ങനെയല്ലേ, അപ്പൊ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വോളിബോൾ കളിക്കൂലേ? അവരൊക്കെ അടിപൊളി പ്ലേയേഴ്സ് ആണോ? അതേപോലെ നിന്റെ ടീം എങ്ങനെയാണ്? നിന്റെ ടീമും ഒരു അടിപൊളി ടീമാണോ? അപ്പൊ അത്ര നേരം ഒരു സാഡ് മൂഡിലിരുന്ന നമ്മളെ കെമ്മ പെട്ടെന്ന് ചെറുതായിട്ട് റിവലായിട്ട് ചിരിച്ചിട്ട് ഞങ്ങളുടെ ടീം വളരെയധികം സ്ട്രോങ് ആണ് എന്ന് നമ്മുടെ ഷോയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മളെ ഷോയോ ആകെ ഞെട്ടിയിട്ട് നീ ഏത് ടീമിലാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേനും പെട്ടെന്ന് നമ്മളെ കെമ്മയുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് കെമ്മയെ വിളിച്ചുകൊണ്ട് പോവാണ്. അത് കാരണം നമ്മളെ കെമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഷോയുടെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് പിന്നെയും കാണാം. ഇത് കേട്ട് നമ്മളെ ഷോയോ പിന്നെ കാണാമെന്നോ? അവൻ എന്താണ് അങ്ങനെ പറഞ്ഞേ എന്നും പറഞ്ഞ് വണ്ടടിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് സുഖാവറസാൻ വന്നിട്ട് നിന്നെ എവിടെയൊക്കെ നോക്കിയെന്നറിയോ, എന്നാലും വായി നമുക്ക് പോവാ എന്ന് പറയാൻ അവനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒട്ടുമേഖ തന്നെ രാത്രിയാവാണ്. കറാസ്നൂലെ എല്ലാവരും ആ ഒരു ക്യാമ്പ് റൂമിലാണ്. ശേഷം കോച്ചിനെ കാണിക്കുന്നുണ്ട്. കോച്ചാണെങ്കിൽ കാഷ്വലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുഖവർസാൻ വന്നിട്ട് കോച്ചിനടുത്ത് പറയുന്നുണ്ട് കോച്ച് ഇത് ഞങ്ങൾ 3rd ഇയേഴ്സിന്റെ അവസാനത്തെ വർഷമാണ്. അത് കാരണം ഞങ്ങൾക്ക് എത്ര കളി ജയിക്കാൻ സാധിക്കുമോ അത്ര കളി ജയിക്കാണ് വേണ്ടത്. കളി ജയിക്കാൻ വേണ്ടിയിട്ട് കോച്ചിന് കഗയാമയാണ് എന്നെക്കാളും കൂടുതൽ കേപ്പബിൾ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കഗയാമനെ ചൂസ് ചെയ്യണം. അതിനർത്ഥം എനിക്ക് കളിക്കാൻ താല്പര്യമില്ല എന്നല്ല, എനിക്കും കളിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ കഗയാമക്ക് എന്നെക്കാളും കൂടുതൽ ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കാരണം കഗയാമക്ക് വല്ല ഇഞ്ചറി പറ്റുകയാണെങ്കിലോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് വരികയാണെങ്കിലോ എല്ലാ സമയത്തും സെറ്ററായി വരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ 3rd ഇയർ ആണ്, എന്റെ അവസാനത്തെ വർഷമാണ് എന്നൊന്നും കോച്ച് എന്നെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്കും ഈ ഒരു ടീമിലെ എല്ലാവർക്കും കളി ജയിക്കൽ എന്നാണ് പ്രാധാന്യം. അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മളെ കോച്ച് പറയുന്നുണ്ട് ഞാൻ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു നീ എന്നോട് കഗയാമക്ക് പകരം നിന്നെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് നീ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി തെറ്റായിരുന്നു. പിന്നെ ടീമിനെ ജയിപ്പിക്കേണ്ട കാര്യം ഞാൻ ഏറ്റുണ്ട്. ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മളെ കോച്ചാണെങ്കിൽ നെക്കോമ ഹൈസ്കൂളിനെതിരെ ആരൊക്കെയായിരിക്കും ഇറങ്ങുന്നത് എന്ന ടീമിനെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിലാണെങ്കിലും നമ്മളെ ഷോയ്ക്കും കഗയാമക്കും ഇടം കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കോച്ച് അവരോട് പറയുന്നുണ്ട് അവർ ടോക്കിയോയിലെ ഏറ്റവും ബെസ്റ്റ് ടീമായാലും കുഴപ്പമില്ല, ഏത് ടീമാണോ നല്ലപോലെ വോളിബോൾ കളിക്കുന്നത് അവർ തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളെ ടീമാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് നമ്മളെ കിയോക്കോസാൻ വരുന്നുണ്ട്. കറാസുനയുടെ പുതിയ ജേഴ്സി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്ന് നമ്മളെ കിയോക്കോസാൻ പറയുമ്പോൾ അതിനുശേഷം എല്ലാ പ്ലേയേഴ്സിനും ഓരോ ജേഴ്സി ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഷോയ്ക്ക് 10ാം നമ്പറിലുള്ള ഒരു ജേഴ്സിയാണ് ലഭിക്കുന്നത്. അതേ നമ്പർ തന്നെയായിരുന്നു അവന്റെ ഐഡൽ ആയിട്ടുള്ള ലിറ്റിൽ ജയന്റ് എന്ന് പറയുന്ന പ്ലെയറും ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഷോയോ ആണെങ്കിൽ നോയാസാന്റെ ജേഴ്സിയുടെ കളർ ശ്രദ്ധിക്കുകയാണ്. അത് ബാക്കിയുള്ള എല്ലാവരും പോലെ ആയിരുന്നില്ല, അതിനൊരു ഓറഞ്ച് കളറായിരുന്നു. നിഷിനോയ ഒരു ലിബറായ കാരണം മാത്രമാണ് നിഷിനോയ്ക്ക് അതിനൊരു ഓറഞ്ച് കളർ ലഭിക്കുന്നത്. ലിബറോ ഒരു മാച്ച് നടക്കുന്നതിനിടയ്ക്ക് കുറെ പ്രാവശ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. സോ അത് കാരണമാണ് നമ്മളെ നോയാസാന് ബാക്കിയുള്ള ടീമിന് വ്യത്യസ്തമായിട്ട് ഒരു ഓറഞ്ച് കളർ ജേഴ്സി ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളെ കോച്ച് പറയുന്നുണ്ട് ഷോയുടെ ഐഡലായിട്ടുള്ള ലിറ്റിൽ ജയന്റ് എന്ന് പറയുന്ന പ്ലെയർ കളിച്ചുകൊണ്ടിരിക്കുന്നവരെ നെക്കോമ ഹൈസ്കൂളിനെതിരെ ഒരു ജയം പോലും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല. സോ അത് നിങ്ങളാണ് തിരുത്തേണ്ടവർ. ഇത് കേട്ടപ്പോൾ നമ്മുടെ ടീമിലെ എല്ലാ മെമ്പേഴ്സിനും അവർ അത്രക്ക് നല്ല ടീമാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചെറുതായിട്ട് പേടി തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എക്സൈറ്റിംഗ് ആവുന്നുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് അവർ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും നെക്കോമ ഹൈസ്കൂളിനെതിരെ ആ ഒരു മാച്ച് ജയിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മളെ ഷോയോനെയും കഗയാമനെയാണ് കാണിക്കുന്നത്. ഷോയോ കഗയാമടുത്ത് പറയുന്നത്
പറയുന്നുണ്ട്, എനിക്ക് ഇപ്രാവശ്യം ടീമിൽ ഇടം കിട്ടിയത് നിന്റെ സെറ്റുകൾ കൊണ്ട് മാത്രമാണ്. പക്ഷേ ഒരു നാൾ ഞാൻ മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ പോലും എനിക്ക് ഒറ്റയ്ക്കൊരു ടീമിൽ ഇടം നേടാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് മാറും. അങ്ങനെ ആ ഒരു സീൻ കട്ടിയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ കറാസനയിലെ പ്ലേയേഴ്സും പിന്നെ നെക്കമയിലെ പ്ലേയേഴ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചിന് വേണ്ടി റെഡി ആയി നിൽക്കുന്നതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു കിടിലൻ സീൻ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗായ്സ്, എങ്ങനെയുണ്ടായിരുന്ന എപ്പിസോഡ് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ പോകുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, അടുത്ത എപ്പിസോഡ് ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാണ്. നമ്മുടെ കറാസിനോയും നെക്കോമയും തമ്മിലുള്ള ഒരു പ്രാക്ടീസ് മാച്ചാണ് അടുത്ത എപ്പിസോഡിൽ നടക്കുന്നത്. പക്ഷേ അതൊരു സ്പെഷ്യൽ മാച്ചാണ്. ആ ഒരു മാച്ചിൽ നിന്ന് നമ്മൾ ടീമിലെ എല്ലാ പ്ലേയേഴ്സും നന്നായിട്ട് തന്നെ ടാക്ടിക്കലായിട്ട് കളിക്കുന്നുണ്ട്. ആ ഒരു എപ്പിസോഡിലെ 20 മിനിറ്റും ഒരു ഫസ്റ്റ് സീസണിൽ നടക്കുന്ന ഒരു ടോപ്പ് ലെവൽ എന്താ പറയുക, നമ്മുടെ ടീം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മുടെ ടീമിലെ എല്ലാവർക്കും ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. അത് കാരണം ഞാൻ എൻ്റെ മാക്സിമം ഇത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട്. സോ അത് കാരണമൊക്കെ തന്നെ അടുത്ത എപ്പിസോഡ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം പിടിക്കും. പക്ഷേ ആ ഒരു സമയത്തിനനുസരിച്ച് നല്ലൊരു എപ്പിസോഡ് തന്നെ നിങ്ങൾക്ക് തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നമ്മളെ 11ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കുറേ ഭാഗമൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കാരണം കുറേ ഭാഗങ്ങളൊക്കെ ഒരു ഫണ്ണി എലമെന്റ്സ് ആയിരുന്നു. നമ്മുടെ മെയിൻ പ്ലോട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത തരത്തിലൊരു കാര്യങ്ങളായിരുന്നു ആ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഒരു ഫില്ലർ എപ്പിസോഡ് പോലെയാണ് ഫീൽ ചെയ്തെങ്കിലും ആ ഒരു എപ്പിസോഡിൽ നിന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത ഭാഗങ്ങൾ ആകെ നമ്മുടെ ടീമിലെ മെമ്പേഴ്സിന്റെ ട്രെയിനിങ്ങും പിന്നെ ചുമ്മാ കുറച്ച് പ്രകൃതി സീൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ നല്ലതാണെന്ന് പറയാനും കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കറാസനോ ടീമിലെ എല്ലാവരും ടുഗദർ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ഉണ്ട്. മെയിൻ പ്ലോട്ടുമായിട്ടുള്ള ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു എപ്പിസോഡ് ആനിമേറ്റ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതുകൂടാതെ ഈ ഒരു വീഡിയോയിലെ 2 മ്യൂസിക്കിനെ പറ്റിയും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നും കൂടി തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന BGM യൂസ് ചെയ്യണോ ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ അടുത്ത വീഡിയോ വരുന്നത് 12ാമത്തേക്കും 13ാമത്തെ എപ്പിസോഡ് മിക്സ് ആയിട്ടായിരിക്കും. കാരണം ആ 2 എപ്പിസോഡിലാണ് നമ്മളെ കറാസ്നോസസ് നെക്കുമ മാച്ച് നടക്കുന്നത്. അപ്പോൾ അത് ഓരോ എപ്പിസോഡായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മാച്ചിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ ഗായ്സ്, അത്രയൊക്കെ ഉള്ളൂ പറയാൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.